ഹലോ വൈസ്, അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ ഏതുമല്ല, നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ചോദ്യം ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ കണ്ടീഷൻസ് നീഡഡ് ഫോർ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയുന്നത് അല്ലേ. അവിടെ ഒരു ഫേമിന് പരമാവധി ലാഭം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പരമാവധിയാക്കാൻ വേണ്ടി, ലാഭം പരമാവധിയാക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചത് എത്ര കണ്ടീഷൻസ് ഉള്ളത്? 3 കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. അത് ഷോർട്ട് റണ്ണിലാണെങ്കിലും ഉണ്ട്, അതുപോലെ ലോങ് റണ്ണിലാണെങ്കിലും ഉണ്ട് പഠിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലയളവിലേക്കുള്ള ഉൽപ്പാദനത്തിലും പഠിച്ചിട്ടുണ്ട്, അതുപോലെ ദീർഘകാലത്തിലേക്കും പഠിച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ രണ്ടാം ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇതൊരു ഡയഗ്രാം ഉപയോഗിച്ചിട്ട് വേണം നമ്മളിവിടെ വരക്കാൻ. ഹൗ പ്രോഫിറ്റ് ഓഫ് എ ഫേം ഈസ് മാക്സിമൈസ്ഡ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണെന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഒരു മാർക്കറ്റ് ഏറ്റവും പെർഫെക്റ്റ് കണ്ടീഷനിലുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതെന്താണ്, നിലവിൽ ഇല്ലാത്തൊരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എത്തണമെങ്കിൽ ഷോർട്ട് റണ്ണിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഷോർട്ട് റണ്ണിൽ 3 കണ്ടീഷൻസ് ആൻഡ് ലോങ് റണ്ണിലും എത്ര കണ്ടീഷൻസ് ഉണ്ട്? 3 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 3 കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഷോർട്ട് റണ്ണിലെ ഫസ്റ്റ് കണ്ടീഷനാണെന്ന് പറഞ്ഞത് നമ്മുടെ മാർജിനൽ കോസ്റ്റും മാർജിൻ റവന്യൂ തുല്യമായിട്ട് വരണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? MC ഈ ഗ്രേറ്റർ ദാൻ MR. മാർജിനൽ കോസ്റ്റ് MRനേക്കാൾ കൂടുതലാണ് ഓൺലി ആഫ്റ്റർ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം, ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞത് MCMR തുല്യമാണെന്ന് പറഞ്ഞത്, അതിനുശേഷം എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന MC കർവ് MRനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞത്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് പറഞ്ഞത് ഷോർട്ട് റണ്ണിലായതുകൊണ്ട് തന്നെ പ്രൈസ് എന്താണ്? ഒന്നുകിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതിനേക്കാൾ കുറഞ്ഞു പോകാൻ പാടില്ല. പക്ഷേ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഈ കേസിൽ ചെറിയ കുറച്ച് എക്സെപ്ഷൻസ് വരാറുണ്ട്. നമുക്ക് നോക്കാം. ഇനി ലോങ് റണ്ണിൽ വരുമ്പോഴും ഇതേപോലെ തന്നെയാണ് അവസ്ഥ വരുന്നത്. ലോങ് റണ്ണിൽ നമുക്ക് വരുന്നത് എന്താണ്? ഇതേ കണ്ടീഷനാണ്. ഫസ്റ്റ് എന്താ പറയുന്നത്? MC എന്താണ്? MR കർവിന് തുല്യമായിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ MC എന്താണ്? MR കർവിനേക്കാൾ വലുതുമായിരിക്കണം. ഓക്കെ, എപ്പോൾ? ഓൺലി ആഫ്റ്റർ, ഇവിടെയും സെയിം കണ്ടീഷനാണ്, ഓൺലി ആഫ്റ്റർ ദി ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, എപ്പോഴാണ്? നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന MCMRനേക്കാൾ വലുതാവേണ്ടതുള്ളൂ. ഈ മൂന്നാമത്തെ അവസാനത്തെ കണ്ടീഷനാണ് പ്രൈസ് എന്താണ്? ഒന്നുകിൽ ആവറേജ് കോസ്റ്റിനേക്കാൾ, വേരിയബിൾ കോസ്റ്റ് അല്ല, ആവറേജ് കോസ്റ്റിനേക്കാൾ വലുതോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടാണ് വരേണ്ടത്. ഇതാണ് ലോങ് റണ്ണിലെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 കണ്ടീഷൻസ് വെച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് വരച്ചോ. അപ്പോൾ ഇനി കണ്ടീഷൻസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഞാൻ ആദ്യം വരക്കാൻ പോകുന്നു. അതിനാദ്യം നമുക്ക് വേണ്ടത് X ആക്സും Y ആക്സും വരക്കാൻ വേണ്ടത്. ഞാനിവിടെ X ആക്സും Y ആക്സും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രൈസ് ലൈനാണ്. പ്രൈസ് ലൈൻ അല്ലെങ്കിൽ MC കർവ് MR കർവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന MR കർവ്, അതുപോലെ തന്നെ AR കർവ്, അതുപോലെ തന്നെ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ഇവരെല്ലാവരും ഒരുപോലെ ആയിരിക്കും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആ കർവ് കൂടി വരക്കണേ. യെസ്, ഇതാണ് നമുക്ക് വരുന്ന കർവ്. അതായത് പ്രൈസ് ഇസിക്കൽ ടു ആവറേജ് റവന്യൂ ഇസിക്കൽ ടു മാർജിൻ റവന്യൂ ഇസിക്കൽ ടു ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ഈ കർവ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആരാണ്? MC കർവിനാണ് വേണ്ടത് അല്ലേ. അപ്പോൾ MC കർവിൻ്റെ ഷേപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. MC കർവ് U ഷേപ്പാണ് അല്ലേ. ഇതാണ് MC കർവിൻ്റെ ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെവിടെ പഠിച്ചത്? പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ MC കർവ് നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ MC കർവ് ഞാനിവിടെ വരക്കാൻ പോകട്ടോ. MC കർവ് ഞാനിവിടെ വരക്കുന്നു. യെസ്, ഇതാണ് നമ്മുടെ MC കർവ്. അത് ഞാനിവിടെ വരച്ചെടുത്തു. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. MC കർവ് 2 പോയിന്റിൽ വെച്ചിട്ട് ഇതാ നോക്കിയേ, 1, 2. ആ പോയിന്റ് ഞാൻ പേര് കൊടുക്കണേ A എന്നും B എന്നും പേര് കൊടുത്തു. ഇനി 2 പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് MC ഷുഡ് ബി ഈക്വൽ ടു MR എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഈ 2 പോയിന്റും ഓക്കെയാണ്. കാരണം എന്താണ്? MC MR തുല്യമാകുന്ന പോയിന്റാണ് A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും. 2 പേര് തുല്യമായിട്ട് വരുന്നല്ലേ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? MC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ MRനേക്കാൾ കൂടുതലാണെന്ന് പറയാം. എപ്പോൾ? ഓൺലി ആഫ്റ്റർ. ഓക്കെ, ഓൺലി ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, ഓൺലി ആഫ്റ്റർ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ആഫ്റ്റർ ഓൺലി ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയാം. അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം. ഫസ്റ്റ് കണ്ടീഷൻ MCMR തുല്യമാണെന്ന് പറഞ്ഞ് ഇനി അതിനുശേഷം ഈ പോയിന്റ് നോക്കുക.
ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ആ പോയിന്റിന് ശേഷം എന്താണ് എം സി താഴേക്ക് കുറയുകയാണ് ചെയ്തത് അല്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്, എം സി ലെസ് ദാൻ എം ആർ ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ അല്ല. അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ടത്. എന്നാൽ അടുത്ത പോയിന്റ് നോക്കിയേ, ബി എന്ന് പറയുന്ന പോയിന്റിന് ശേഷം എം സി കൂടുകയാണ് ചെയ്തത് അല്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്, എം സി ഗ്രേറ്റർ ദാൻ എം ആർ ആയിട്ട് മാറുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട കണ്ടീഷൻ എവിടെയാണുള്ളത്, പോയിന്റ് ബിയിൽ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷനും ഓക്കെ ആയിട്ടുള്ളത് ഇവിടെ മാത്രമാണ്, പോയിന്റ് ബിയിൽ മാത്രമാണ്. ഒന്നാമത്തെ കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ഇനി ആ പോയിന്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വിലിബ്രിയം വരിക. ഇനി ഇവിടെ ഷോർട്ട് റൺ ആണോ ലോങ് റൺ ആണോ നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈക്വിലിബ്രിയം തീരുമാനിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഷോർട്ട് റൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കർവ് വരക്കുക. അന്ന് എപ്പോഴും നല്ലത്, ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും കർവ് വരക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിന് തുല്യമായിട്ട് പോകുന്ന കർവായിട്ട് വരക്കാൻ നോക്കുക. ഓക്കെ, ഇങ്ങനൊരു കർവായിട്ട് വരക്കാൻ നോക്കുക. അതിന് കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ഷോർട്ട് റണ്ണിലാണ് വരക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് എ ബി സി എന്ന് പേര് കൊടുക്കാം. എ ബി സി എന്ന് പേര് കൊടുക്കാം ഷോർട്ട് റണ്ണിലാണെങ്കിൽ. ഓക്കെ, ഷോർട്ട് റണ്ണിലാണെങ്കിൽ ഇനി നിങ്ങൾ വരക്കുന്ന ഷോർട്ട് റൺ അല്ല, അത് നേരെ മറിച്ച് എന്താണ് ലോങ് റൺ ആണെങ്കിൽ, ലോങ് റൺ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എ ബി സി തൊട്ടിട്ട് എ സി എന്നും പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ബി ആണ് നമ്മൾ എന്ത് വരുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് വരുന്നത്. അവിടെ ഞാൻ പേര് കൊടുക്കുന്നു. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെ ഞാൻ ക്യൂ സ്റ്റാർ എന്നും ഇക്വിലിബ്രിയം പ്രൈസിനെ ഞാൻ പി സ്റ്റാർ എന്നും കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൺക്ലൂഷൻ എഴുതിയേക്കാം. പി സ്റ്റാർ ആണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്നറിയപ്പെടുന്നത്, ക്യൂ സ്റ്റാർ ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നറിയപ്പെടുന്നത്, ആൻഡ് പോയിന്റ് ബി ആണ് എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞ ഇക്വിലിബ്രിയത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ 8 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.